ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സാധാരണ ചായക്കടക്കാരന്റെ മകനിൽ നിന്ന് ലോകം ആദരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി മാറിയ വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അസാധാരണമായ ഉയർച്ചയുടെയും വെല്ലുവിളികളുടെയും അശ്രാന്ത പരിശ്രമത്തിന്റെയും ഒരു കഥയാണ്. ഈ യാത്രയെ നമുക്ക് പ്രധാനപ്പെട്ട ഘട്ടങ്ങളായി തിരിക്കാം. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഗുജറാത്ത് മുഖ്യമന്ത്രി പദം, ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം. 1950 സെപ്റ്റംബർ 17 ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വഡ്നഗറിൽ ഒരു ഇടത്തരം കുടുംബത്തിലാണ് നരേന്ദ്രമോദി ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. 8-ാം വയസ്സിൽ RSSന്റെ പ്രവർത്തകനായ മോദി 1971 മുഴുവൻ സമയ പ്രചാരകനായി. ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ലഭിച്ച അച്ചടക്കവും സംഘടനാ പാഠവും പിന്നീടുള്ള രാഷ്ട്രീയ ജീവിതത്തിന് വലിയ അടിത്തറയിട്ടു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ മോദി ഒളിവിൽ പോയി സംഘടനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ഈ കാലഘട്ടത്തിലെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കി. 1987 അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുകയും ചെയ്തു. പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ കഴിവും സംഘടനാ മികവും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. 1988 ഗുജറാത്ത് BJPയുടെ സംഘടനാ സെക്രട്ടറിയായി നിയമിതനായി. ഈ പദവിയിൽ നിന്ന് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വർദ്ധിച്ചു. 1995 BJP ഗുജറാത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ആ വിജയത്തിന് പിന്നിൽ മോദിയുടെ കഠിനാധ്വാനം നിർണായകമായിരുന്നു. 2001 ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് സംസ്ഥാനത്തിന്റെ ഭരണം നേരിടുന്ന വെല്ലുവിളികൾ മുന്നിൽ കണ്ടും അന്നത്തെ മുഖ്യമന്ത്രി കേശുഭായ് പട്ടേലിനെ മാറ്റി മോദിയെ മുഖ്യമന്ത്രിയാക്കാൻ പാർട്ടി തീരുമാനിച്ചു. 2001 ഒക്ടോബർ 7 നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി പദത്തിലെ മോദിയുടെ ആദ്യ വർഷങ്ങൾ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. 2002 ഗുജറാത്ത് കലാപം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. എന്നാൽ ഈ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മോദി വികസന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഗുജറാത്ത് മോഡൽ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഭരണരീതി ദേശീയ ശ്രദ്ധ ആകർഷിച്ചു. വ്യവസായ സൗഹൃദ നയങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഊർജ്ജ മേഖലയിലെ മുന്നേറ്റം എന്നിവ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഗുജറാത്തിന് വലിയ സാമ്പത്തിക വളർച്ച നൽകി. ഇത് അദ്ദേഹത്തെ ഗുജറാത്തിലെ ജനങ്ങൾക്കിടയിൽ വളരെ ജനപ്രിയനാക്കി മാറ്റി. 2002, 2007, 2012 വർഷങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു. ഒരു ദശാബ്ദത്തിലേറെക്കാലം ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന മോദി തന്റെ നേതൃത്വ പടവും തെളിയിച്ചു. ഗുജറാത്തിലെ തുടർച്ചയായ വിജയങ്ങളും വികസന നയങ്ങളും മോദിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്കും ഉയർത്തി. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തെ പ്രഖ്യാപിച്ചു. നല്ല ദിനങ്ങൾ വരുന്നു എന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യവുമായി മോദി നടത്തിയ പ്രചാരണം വലിയ ജനപിന്തുണ നേടി. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള ജനവികാരവും മോദിയുടെ ശക്തമായ നേതൃത്വ പാഠവും അദ്ദേഹത്തിന് അനുകൂലമായി മാറി. 2014 മെയ് 26 നരേന്ദ്രമോദി ഇന്ത്യയുടെ 15ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കോൺഗ്രസ് ഇതര പാർട്ടിക്ക് സ്വന്തമായി ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് ഒരു ചരിത്ര സംഭവമായിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഭരണകാലം നിരവധി സുപ്രധാന പദ്ധതികൾക്കും സാക്ഷ്യം വഹിച്ചു. സ്വച്ഛ് ഭാരത് അഭിയാൻ, മേക്ക് ഇൻ ഇന്ത്യ, ജൻധൻ യോജന, GST നടപ്പാക്കൽ, നോട്ട് നിരോധനം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രധാന നയങ്ങളിൽ ചിലതാണ്. വിദേശ നയത്തിലും മോദി പുതിയ സമീപനങ്ങൾ സ്വീകരിച്ചു. ലോകരാജ്യങ്ങളുമായി ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അദ്ദേഹം ഊന്നൽ നൽകി. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഫിർ എക് ബാർ മോദി സർക്കാർ, അതായത് വീണ്ടും ഒരു മോദി സർക്കാർ എന്ന മുദ്രാവാക്യവുമായി BJP വീണ്ടും വൻ വിജയം നേടി. 2014 വലിയ ഭൂരിപക്ഷത്തോടെയാണ് BJP അധികാരത്തിൽ തിരിച്ചെത്തിയത്. മോദിയുടെ വ്യക്തിപ്രഭാവം തന്നെയാണ് ഈ വിജയത്തിന്റെ പ്രധാന കാരണമായി വിലയിരുത്തപ്പെട്ടത്. രണ്ടാം ഭരണകാലത്ത് ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ 370-ാം വകുപ്പ് നീക്കം ചെയ്യൽ, പൗരത്വ നിയമ ഭേദഗതി, മുത്തലാഖ് നിരോധനം, രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴിയൊരുക്കിയ സുപ്രീം കോടതി വിധി തുടങ്ങിയ സുപ്രധാന തീരുമാനങ്ങൾ അദ്ദേഹത്തിന്റെ സർക്കാർ കൈക്കൊണ്ടു. COVID-19 മഹാമാരി നേരിടുന്നതിൽ അദ്ദേഹത്തിന്റെ സർക്കാർ സ്വീകരിച്ച നടപടികളും ആഗോള ശ്രദ്ധ നേടി. വാക്സിൻ ഉൽപ്പാദനത്തിലും വിതരണത്തിലും ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകരാജ്യങ്ങൾ അംഗീകരിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഭരണകൂടം 2014 മുതൽ രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. സാമ്പത്തിക, സാമൂഹിക, നയതന്ത്ര മേഖലകളിൽ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളാണ് ഈ സർക്കാർ നടപ്പാക്കിയത്. മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ തുടങ്ങിയ പദ്ധതികളിലൂടെ സാമ്പത്തിക വളർച്ചയും സാങ്കേതിക മുന്നേറ്റവും ലക്ഷ്യമിട്ടു. GST നടപ്പാക്കിയതും കറൻസി അസാധുവാക്കലും വലിയ സാമ്പത്തിക പരിഷ്കരണങ്ങളായിരുന്നു. സാമൂഹിക ക്ഷേമരംഗത്ത് സ്വച്ഛ് ഭാരത് അഭിയാൻ, പ്രധാനമന്ത്രി ജൻധൻ യോജന, ആയുഷ്മാൻ ഭാരത് തുടങ്ങിയ പദ്ധതികൾ സാധാരണ ജനങ്ങൾക്ക് വലിയ തോതിൽ പ്രയോജനകരമായി. പാചകവാതകം, വൈദ്യുതി, ഭവനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിച്ചു.
വിദേശ നയത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ മോദി സർക്കാർ ഊന്നൽ നൽകി. അമേരിക്ക, റഷ്യ, ജപ്പാൻ, മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ എന്നിവരുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തി. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ആഗോളതലത്തിൽ ശ്രദ്ധ നേടി. അതേസമയം കാർഷിക നിയമങ്ങൾക്കെതിരായ പ്രതിഷേധങ്ങൾ, തൊഴിലില്ലായ്മ, സാമ്പത്തിക അസമത്വം, മതപരമായ ധ്രുവീകരണം തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാരിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എങ്കിലും ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും മോദിക്ക് വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വം ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ചർച്ചകളിൽ എന്നും ഒരു പ്രധാന ഘടകമാണ്.